السلام عليكم بسم الله والحمد لله نحمد الله ونصلي ونسلم على رسول الله سيدنا محمد وآله وصحبه أجمعين. യോഗാധ്യക്ഷനും പ്രിയ സുഹൃത്ത് അഹമ്മദ് മാഷ് നമ്മോട് സ്വാഗതം പറഞ്ഞ് യോഗത്തിന് ആരംഭം കുറിച്ച പ്രിയ സുഹൃത്ത് സലാം മാഷ്, ഇവിടെ മനോഹരമായ പ്രാർത്ഥന പോലുള്ള ഒരു ഗാനം ആലപിച്ച പ്രിയ സുഹൃത്ത്, അതുപോലെ ഇവിടെ വന്നു ചേർന്ന എൻ്റെ പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങൾ, മതം എന്നത് മനുഷ്യന് ഭാരമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ വസ്തുതാവിരുദ്ധമായിരിക്കും. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ആ തലത്തിൽ മനുഷ്യന് എന്താണ് ദൈവം ഇച്ഛിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്, പ്രവാചകന്മാരിലൂടെ, ഋഷീശ്വരന്മാരിലൂടെ ദൈവം മനുഷ്യരിലേക്ക് കൈമാറാൻ ഉദ്ദേശിച്ച സന്ദേശം എന്താണ് എന്ന ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സത്യാന്വേഷണത്തിന്റെ ഭാഗമായി ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നാം മതങ്ങളെയും വേദങ്ങളെയും സമീപിക്കുന്നത്. എന്തായിരിക്കാം ദൈവത്തിന് എന്നോട് പറയാനുള്ളത്? ഇതാണല്ലോ നമ്മളും ദൈവവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന് എന്നോട് എന്തോ പറയാനുള്ളതെന്നും ഞാൻ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണെന്നും ആ സന്ദേശം അറിയുന്നതിന് ഞാൻ ഒരു വഴി, ഒരു പാത തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും അതാണ് എൻ്റെ മതമെന്നുമാണല്ലോ മതവുമായുള്ള നമ്മുടെ ഒരു ബന്ധത്തെ നിർണ്ണയിക്കുന്നത്. ദൈവത്തിന് എന്നോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ചോദ്യമാണ് അടിസ്ഥാനപരമായി ഓരോ ദൈവവിശ്വാസിയും ചോദിക്കുന്നത്. അങ്ങനെയാണ് ഒരാൾ ഖുർആനിലേക്ക് എത്തുന്നത്, ബൈബിളിലേക്ക് എത്തുന്നത്, ഗീതയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ചതുർവേദങ്ങളിലേക്ക് എത്തുന്നത്, തോറയിലേക്ക് എത്തുന്നത്, പലതിലേക്കും എത്തുന്നത്. ദൈവത്തിന് എന്നോട് എന്തോ പറയാനുള്ളത്? ഇത് രണ്ട് രീതിയിലാകാം. ദൈവത്തിന് എന്നോട് പറയാനുള്ളത് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ ആചാരബോധങ്ങളിലൂടെ എന്നിൽ വന്നെത്തിയതാകാം. ഇതാണ് അധിക മനുഷ്യരും പിന്തുടരുന്ന രീതി. ഇത് തെറ്റായ രീതിയാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചു, അല്ലെങ്കിൽ ഹിന്ദുവായ മാതാപിതാക്കൾക്ക് ജനിച്ചു, ക്രിസ്ത്യാനിയായ മാതാപിതാക്കൾക്ക് ജനിച്ചു, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യനും ഹിന്ദുവും മുസ്ലിമുമായി. അങ്ങനെ പരമ്പരാഗതമായി ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ആചാരബോധങ്ങളാണ് ദൈവത്തിന് എന്നോട് പറയാനുള്ളത്. ഞാൻ അതനുസരിച്ച് ജീവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഒരു വഴിയാണ്. ഒരു കൂടുതൽ അന്വേഷണമൊന്നും ആവശ്യമില്ലാത്ത, കൂടുതൽ പ്രയത്നം ആവശ്യമില്ലാത്ത ഒരു വഴിയാണ്. ചില ആളുകൾ ഇതിൽ തൃപ്തരാകില്ല. അങ്ങനെ ഒരു പാരമ്പര്യത്തിന്റെ പേരിൽ നിൽക്കേണ്ടവനല്ല ഞാൻ. മറിച്ച് ഞാനൊരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തിന്റെ സവിശേഷ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന് എന്നോട് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ള നിലയ്ക്ക് അന്വേഷണം നടത്തുകയും അയാൾ ഈ പാരമ്പര്യത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ പാരമ്പര്യത്തെ കവിഞ്ഞ് അയാൾ ചില സത്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇത് മറ്റൊരു വഴിയാണ്. ഇത് കൂടുതൽ തെളിഞ്ഞ വഴിയാണ്. ഇത് കൂടുതൽ പ്രയത്നം ആവശ്യമുള്ള വഴിയാണ്. പക്ഷെ ഇത് കൂടുതൽ സമാധാനം നൽകുന്ന, ആനന്ദം നൽകുന്ന വഴിയാണ്. ഈ വഴിയാണ് പലരും തെരഞ്ഞെടുത്ത് സൂഫി എന്നോ, സെയിന്റ് എന്നോ, അല്ലെങ്കിൽ അധ്യാത്മ ചിന്തകരെന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള അന്വേഷണത്തിന്റെ വഴികളിലൂടെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്? ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നാം ആദ്യം പോവുക മതാധികാരികളുടെ അടുത്തേക്കാണ്. എന്താണ് ദൈവത്തിന്? കാരണം നാം വിചാരിച്ചിരിക്കുന്നത് ദൈവത്തിന് എന്നോട് പറയാനുള്ളതെല്ലാം മതാധികാരികളോട് പറഞ്ഞിട്ടുണ്ടെന്നും അവരെന്നോട് പറഞ്ഞു തരുമെന്നാണ്. അങ്ങനെ നാം മതാധികാരികളുടെ അടുത്ത് പോകുന്നു. അത് ഉസ്താദ്, മുസ്ലിയാരെ, അല്ലെങ്കിൽ അച്ഛൻ, ബിഷപ്പ്, പൂജാരി, തന്ത്രി, ഇങ്ങനെ സ്വാമി എന്നിങ്ങനെ തുടങ്ങിയ മതാധികാര ഘടനയുണ്ടല്ലോ എല്ലാ മതത്തിലും. നാം അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, എന്താണ് സ്വാമി, എന്താണ് ഉസ്താദ്, എന്താണ് അച്ഛോ എന്നോട് ദൈവത്തിന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. അവര് പറയും, നീ മതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം, മതത്തിന് വിധേയപ്പെട്ട് ജീവിക്കണം, മതാധികാര ഘടനയെ മാനിക്കണം, മതം പറയുന്നതെല്ലാം കേൾക്കണം, അച്ചടക്കത്തോടെ ആവണം. അങ്ങനെ നീ മതത്തിന്റെ ഒരു കുഞ്ഞാടായി, മതത്തിന്റെ ഒരു
ഒരു അനുസരണയുള്ള ഒരു അടിമയായി ജീവിക്കണം. ഇതാണ് അധികാരികൾ, മതാധികാരികൾ എക്കാലവും മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഖുർആൻ മാത്രമല്ല, ബൈബിളൊക്കെ പറയുന്നുണ്ട്. പൗരോഹിത്യം എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ഈ പൗരോഹിത്യം എന്ന് പറയുന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യനെ നയിക്കുന്ന പണ്ഡിതന്മാർക്ക് പുരോഹിതൻ എന്ന് പറഞ്ഞു വരാറുണ്ട്. ആ അർത്ഥത്തിൽ പൗരോഹിത്യം അത്ര മോശപ്പെട്ട സംഗതിയല്ല. പക്ഷേ അധികാര കേന്ദ്രീകൃത മതത്തിന്റെ ഒരു രാജസ്ഥാനത്തിരുന്ന് മനുഷ്യരെ അടിമകളാക്കി ഭരിക്കുന്ന, മനുഷ്യരെ അടിമകളാക്കുന്നതിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പൗരോഹിത്യ ഘടനയുണ്ട്. ദയനീയവശാൽ ആ പൗരോഹിത്യ ഘടനയാണ് മതങ്ങളെ സമൂലമായി ഗ്രസിച്ചിട്ടുള്ളത് എന്നുള്ളതിനാൽ പൗരോഹിത്യം ഇന്ന് വളരെ മോശപ്പെട്ട ഒരു പ്രയോഗമാണ്. അപ്പൊ പൗരോഹിത്യം എന്ന് പറയുന്നത് ആദ്യം മുതലേ മോശമാണ് എന്ന് ധരിക്കരുത്. ആദ്യം മുതലേ പൗരോഹിത്യം മോശമല്ല. പൗരോഹിത്യം പക്ഷെ അങ്ങനെ ആയി തീർന്നു എന്നുള്ളതാണ്. ഇന്ന് നാം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പോലെ, രാഷ്ട്രീയം വളരെ ഒരു മോശപ്പെട്ട പ്രയോഗമോ മോശപ്പെട്ട സംസ്കാരമോ അല്ലല്ലോ. പക്ഷെ പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട വാക്കായി തീർന്നത് എങ്ങനെയോ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ പൗരോഹിത്യം ഒരു നല്ലതല്ലാത്ത പദപ്രയോഗമായി പിൽക്കാലത്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പൗരോഹിത്യ ഘടന മനുഷ്യനെ മതത്തിന്റെ അടിമകളാക്കി വെക്കുന്നതിന് വേണ്ടി മനുഷ്യരെ പല വിധത്തിൽ പ്രതിരോധിച്ചു. എങ്ങനെയൊക്കെ പ്രതിരോധിച്ചു എന്ന് ചോദിച്ചാൽ, പഠിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഖുർആനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാവില്ല, നിങ്ങൾ ഖുർആൻ അങ്ങനെ പഠിക്കേണ്ടതില്ല, ഞങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഖുർആൻ പഠിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് പടച്ചോന്റെ കലാമല്ലേ, അത് നിങ്ങളുമായിട്ട് അതിനെന്താണ് ബന്ധം, അത് അറബിയിലല്ലേ, അതിന് നഹ്വുണ്ട്, അതിന് സർഫുണ്ട്, അതിന് ഇസ്തിലാഹാത്തുണ്ട്, അതിന് ബലാഗയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനെ വിറളി പിടിപ്പിക്കുകയും ഇത് നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞു തരികയും ചെയ്ത് വേദത്തിൽ നിന്ന് നമ്മെ അകറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി എന്നാണ്. കാരണം നമ്മളും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വേദം എന്ന് പറയുന്നത്. വേദത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും അത് നിങ്ങൾ പഠിക്കരുത്. പിന്നെയോ, ഞങ്ങൾ ദീനിയാത്ത് എഴുതിയിട്ടുണ്ട്, അമലിയാത്ത് എഴുതിയിട്ടുണ്ട്, ഫിഖ് എഴുതിയിട്ടുണ്ട്, ഉംദ എഴുതിയിട്ടുണ്ട്, ഫത്ഹുൽ മുഈൻ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ താരീഖ് എഴുതിയിട്ടുണ്ട്, അഖ്ലാഖ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ പഠിച്ചാൽ മതി. ഇങ്ങനെ ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് ഞങ്ങൾ എഴുതുന്ന ദീനിയാത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് ഞങ്ങൾ എഴുതുന്ന അമലിയാത്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഞങ്ങൾ എഴുതുന്ന അഖീദയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ അത് പഠിച്ചാൽ മതി, ഖുർആനുമായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണ്ടതില്ല എന്ന് പൗരോഹിത്യം പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചു. ഇത് നാം അങ്ങനെ തന്നെ പിന്തുടരുന്നു. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിന്തുടരാനേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ പിന്തുടരാനേ നിവൃത്തിയുള്ളൂ അവർക്ക്. കാരണം അവർക്ക് അറബി അറിയില്ല. ജീവിത സന്ധാനത്തിനിടയിൽ നിരന്തരമായ ഓട്ടപ്പാച്ചിലിനിടയിൽ അറബി പഠിച്ച്, നഹ്വു പഠിച്ച്, സർഫ് പഠിച്ച്, ബലാഗ പഠിച്ച്, ഖുർആൻ പഠിച്ച് മനസ്സിലാക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവർ വിചാരിച്ചെന്നാൽ പിന്നെ നിങ്ങൾ എഴുതി തന്ന അഖീദയും അമലിയാത്തും താരീഖും ദീനിയാത്തും ഒക്കെ ഞങ്ങൾ പഠിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അടിയറ വെച്ചു. ഇതൊരു അടിയറവായിരുന്നു. എന്ന് വെച്ചാൽ തന്നോട് ദൈവം എന്ത് പറയുന്നു എന്നറിയാതെ ദൈവം മറ്റൊരാളോട് പറഞ്ഞത് അയാളുടേതായ രീതിയിൽ നമ്മോട് പറയുന്നതാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകന്നകന്നേ പോയി. ദൈവം നമ്മോട് പറയുന്നത് എന്തെന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കാതെ പോയി. ഇത് ഇവിടെ മാത്രമല്ല, വേദം കേൾക്കുന്ന ശൂദ്രന്റെ കാതിന് ഈയം ഒരുക്കി ഒഴിക്കണം എന്ന് പറയുന്ന ബ്രാഹ്മണ്യം പറയുന്നതും അത് തന്നെയാണ്. ഇത് തന്നെയാണ് അച്ഛന്മാർ പറയുന്നത്. നിങ്ങളുടെ ബൈബിളൊക്കെ നിങ്ങൾക്ക് അത് സഭയുടെ നിയമങ്ങളാണ് പ്രമാണം. സഭയുടെ നിയമമാണ് പ്രമാണം. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൗരോഹിത്യ ഘടനയാണ്. സഭ പറയുന്നതാണ് പ്രമാണം. ബൈബിൾ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടല്ല. ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്, ബൈബിൾ എന്താണെന്ന് പറയേണ്ടത് സഭയാണ്. ഇങ്ങനെ വേദത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്ന അജണ്ടയിൽ ഈ മതാധികാര ഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു, ഒരുപോലെ മാറ്റിവെച്ചു. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം നമ്മുടെ മദ്രസകളുണ്ട്, സമസ്തയുടെ മദ്രസകളുണ്ട്. ഞാൻ ഏതെങ്കിലും സംഘടനയെ പറയുന്നതല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില പേരുകൾ പറയുന്നു. മുജാഹിദിന്റെ, ജമാഅത്തെ ഇസ്ലാമിയുടെ, തബ്ലീഗിന്റെ പല മദ്രസ സിലബസും ഇവിടെ ഉണ്ടല്ലോ. ഈ സിലബസുകളൊക്കെ നിങ്ങൾ നോക്കുക. 1-ാം തരത്തിലും 2-ാം തരത്തിലും 3-ാം തരത്തിലും 4-ലും 5-ലും ഒന്നും ഖുർആൻ പഠിപ്പിക്കുന്നില്ല. ഖുർആൻ ഓതാൻ പഠിപ്പിക്കും. അവിടെ പഠിപ്പിക്കുന്നത് താരീഖ് പഠിപ്പിക്കും, അമലിയാത്ത് പഠിപ്പിക്കും, ദീനിയാത്ത് പഠിപ്പിക്കും, ഫിഖ് പഠിപ്പിക്കും, ഒക്കെ പഠിപ്പിക്കും. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈദിന്റെയും നിഫാസിന്റെയും മദീന്റെയും ഒക്കെ കാര്യം പഠിപ്പിക്കും. ജിമാ പഠിപ്പിക്കും, വധു പഠിപ്പിക്കും, ഒക്കെ പഠിപ്പിക്കും. ഖുർആൻ അവർക്ക് തൊട്ടുകൂടാ. ഖുർആൻ പഠിച്ചാൽ മനസ്സിലാവില്ല. 6-ലും 7-ലും ഖുർആനില്ല.
8ാം തരം മുതൽ ഖുർആൻ എന്ന വ്യാജേന പഠിപ്പിക്കുന്നത് ജലാലൈനിയുടെ ചില ഭാഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഖുർആൻ എന്ന വ്യാജേന പഠിപ്പിക്കുന്നത് തഫ്സീറുകളാണ്. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 8-10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ജലാലുദ്ദീൻ സുയൂത്തി, ജലാലുദ്ദീൻ മഹല്ലി എന്ന് പറയുന്ന 2 ജലാലുമാർ എഴുതിയിട്ടുള്ള ജലാലൈനി എന്ന് പറയുന്ന തഫ്സീറിന്റെ ഭാഗമാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സൺഡേ സ്കൂളുകളിൽ പോയാൽ ബൈബിൾ അല്ല പഠിപ്പിക്കുന്നത്, കഥകളാണ്. സാരോപദേശങ്ങൾ എന്ന നിലയ്ക്ക് ചില കഥകളാണ് പഠിപ്പിക്കുന്നത്. മതത്തിന്റെ അധികാര ശ്രേണി സമൂഹത്തിന് മേൽ എങ്ങനെയൊക്കെ അടിച്ച് ഏൽപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള പാഠങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് അലങ്കാരത്തിനുള്ളതാണെന്നും അത് പഠിക്കാനുള്ളതല്ലെന്നും അത് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണെന്നും അങ്ങ് പറയുകയും അത് ആ രീതിയിൽ തന്നെ സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. നാം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുകയും അങ്ങനെ കുട്ടികൾ ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിച്ച് ഖുർആൻ പഠിക്കാതെ ഇറങ്ങി വരുന്നതിൽ നാം വളരെ സന്തുഷ്ടരായിരിക്കുകയും പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വരുമ്പോൾ നാം കുട്ടികൾ എല്ലാം പഠിച്ചു എന്ന നിലയ്ക്ക് കുട്ടികളെ നാം സമ്മതം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് നടന്നു വരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം വേദങ്ങളിലൂടെയാണ്. കാരണം വേദം ആണ് ദൈവത്തിന്റെ സംസാരമെന്ന് കലാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വേദവും നമ്മളും തമ്മിൽ ബന്ധമില്ല. ഇനി ഹിന്ദു മതത്തിലേക്ക് പോവുകയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയാണ് വേദം? ഞാൻ എന്റെ ഹിന്ദു സുഹൃത്തുക്കളോട്, ഇപ്പോൾ നമ്മുടെ മണിസ്വാമിയൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വേദം വായിച്ചിട്ടുണ്ടോ? ചതുർവേദങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഋഗ്, യജുർ, അഥർവ, സാമ വേദങ്ങളിൽ ഏതെങ്കിലും ഒരു വേദം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേദസാരമായ ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വേദങ്ങളുടെ തത്വങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള വേദാന്തങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, വായിച്ചിട്ടുള്ളത് ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ് എന്നുള്ളതാണ്. ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ്. വേദവും വേദാന്തവും ഒക്കെ മാറ്റിവെച്ച് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും കഥകളുടെയും ഒരു മായാലോകം സൃഷ്ടിക്കുകയും അതിൽ അങ്ങനെ അവരെ കുരുക്കിയിടുകയും വേദങ്ങളിൽ നിന്ന് മനുഷ്യരെ അകറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം പറ്റിയ ഒരു ദൗർബല്യമല്ലെന്നും ഇത് എല്ലാ മതങ്ങളും ഏതാണ്ട് ഇതേ പാറ്റേണിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നും ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ എല്ലാ മതങ്ങളെ കുറിച്ചും ഇങ്ങനെ സ്പർശിച്ച് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വേദങ്ങളിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും പുരോഹിതന്മാരുണ്ടാക്കിയ കഥകളുടെ, അല്ലെങ്കിൽ കഥകളാൽ സമ്പന്നമാണ് എല്ലാ മതങ്ങളും. നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, കഥകളാൽ സമ്പന്നമാണ് പല വിധത്തിലുള്ള കഥകൾ. അത് രാമായണവുമായി ബന്ധപ്പെട്ടും അതുപോലെ മഹാഭാരതവുമായി ബന്ധപ്പെട്ടും ഭാഗവതവുമായി ബന്ധപ്പെട്ടും മാത്രമല്ല ബുഖാരിയായി ബന്ധപ്പെട്ടും മുസ്ലിമുമായി ബന്ധപ്പെട്ടും അങ്ങനെ പലതുമായി ബന്ധപ്പെട്ടും കഥകൾ ധാരാളമുണ്ട്. ഈ കഥകളിലൂടെയാണ് സമൂഹത്തെ ഈ മതങ്ങൾ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ വയലുകൾ കേൾക്കാറുണ്ടെങ്കിൽ വയലുകളിലൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒട്ടുമുക്കാലും കഥകളായിരിക്കും. കഥകൾ, പുതിയ കഥകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി പോലും യഥാർത്ഥത്തിൽ മതങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പുതിയ കറാമത്ത് സിദ്ധാന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കഥകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ മതങ്ങൾക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കഥകളിലൂടെ മനുഷ്യരെ മുന്നോട്ട് നയിക്കുകയും, കഥകൾ മോശമാണെന്ന് ചോദിച്ചാൽ മോശമൊന്നുമല്ല. കഥകൾ സ്വദേശപരമായി കഥകൾ പറയുന്നുവെങ്കിൽ അത് മോശമൊന്നുമല്ല. നമുക്ക് ബാലരമയും പൂമ്പാറ്റയും ഒക്കെ വായിക്കുന്ന വിധത്തിൽ വായിക്കാം. പക്ഷെ ബാലരമയും പൂമ്പാറ്റയും വായിക്കുന്നത് പോലെയല്ല ഈ കഥകൾ വായിക്കുന്നത് എന്നുള്ളതാണ്. ബാലരമ വായിക്കുമ്പോൾ മായാവി ഒരു കഥാപാത്രമാണെന്നും മായാവി അങ്ങനെയാണെന്നും അതിൽ വരുന്ന ലുട്ടാപ്പി ഇങ്ങനെയാണെന്നും ഒക്കെ ഉള്ള ഉറച്ച ബോധ്യത്തോടു കൂടി വായിക്കുന്നത് പോലെയല്ല. ഇത് പൊതുവെടുത്ത് മറിച്ചു വെച്ച് വളരെ വളരെ വിശുദ്ധമായ ഒരു അർത്ഥത്തിൽ ഈ കഥ വായിക്കുമ്പോൾ ഈ കഥ സത്യമാണെന്നും മറ്റേ കഥ കള്ളമാണെന്നും എന്നുള്ള ഒരു ഉറപ്പിലാണ് വായിക്കുന്നത്. അപ്പോൾ ഈ കഥ വായിക്കുന്ന മനഃശാസ്ത്രവും ഈ കഥ വായിക്കുന്ന മാനസിക ഭാവവും രണ്ടാണ്. ഇങ്ങനെയാണ് ഈ കഥകൾ വായിക്കുന്നത്. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ മതത്തോട് അടുക്കും തോറും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം വേദങ്ങളിൽ നകന്നു പോകുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏതൊരു വിഷയം വന്നാലും ആ വിഷയത്തിലുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ പ്രമാണങ്ങളാണ്. എന്താണ് ഈ പ്രമാണം എന്ന് ചോദിച്ചാൽ വേദമാണോ പ്രമാണം? അല്ല. പിന്നെയോ ഇമാമുകൾ പറഞ്ഞത്, സലഫ് സാലിഹികൾ പറഞ്ഞത്, തബഉ താബിഈങ്ങൾ പറഞ്ഞത്, താബിഈങ്ങൾ പറഞ്ഞത്, പൂർവികർ പറഞ്ഞത്, ഇതാണ്. എന്ന് വെച്ചാൽ അവര് മോശക്കാരായതുകൊണ്ടല്ല, ഇത് പ്രമാണമാകുന്നത് എങ്ങനെയാണെന്നാണ്.
ഇതെങ്ങനെയാണ് പ്രമാണമാവുക? സലഫുസ്സാലിഹികൾ എന്ന് പറയുന്ന ആളുകൾ ഏത് കാലം മുതൽ ഏത് കാലം വരെ ജീവിച്ചവർക്കാണ് സലഫുസ്സാലിഹികൾ. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞത്. ആരാണ് പണ്ഡിതൻ? പണ്ഡിതന്റെ ഡെഫിനിഷൻ പറയാൻ നോക്കൂ. ഇന്നേ വരെ, ലോകത്ത് ഇന്നേ വരെ, ഇക്കാലം അത്രയും ഉണ്ടായിട്ടും പണ്ഡിതനൊരു ഡെഫിനിഷൻ, ഇന്നയാളാണ് പണ്ഡിതൻ, അങ്ങനെ വേണമല്ലോ. പണ്ഡിതൻ പറയണം എന്ന് പറയുമ്പോൾ പണ്ഡിതനൊരു ഡെഫിനിഷൻ വേണം. ഇന്ന കോളേജിൽ നിന്ന് പാസ്സായയാളാണ് പണ്ഡിതൻ എന്ന് പറയണമെങ്കിൽ അടുത്ത കാലത്തെ കോളേജുകൾ ഉണ്ടായത്. അതിനു മുമ്പ് എന്താണ്, പൊന്നാനിയിൽ വടക്കത്തിരുന്നയാളാണ് പണ്ഡിതൻ എന്ന് ഒരു കാലത്ത് പറഞ്ഞിരുന്നു. വടക്ക് പൊന്നാനിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ അറേബ്യയിൽ ഉണ്ടായിരുന്നു, കർണാടകയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പണ്ഡിതന്മാർ. അപ്പൊ പണ്ഡിതൻ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഇന്നേ വരെ ആരും നൽകിയിട്ടില്ല. ഇന്നയാളാണ് പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ, ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞു വരുന്നവരൊക്കെയും പണ്ഡിതന്മാരായിരുന്നു, അല്ലെങ്കിൽ പാണ്ഡിത്യം സമൂഹം ആരോപിക്കുകയായിരുന്നു. അങ്ങനെ പാണ്ഡിത്യം സമൂഹം ആരോപിക്കുകയും അല്ലെങ്കിൽ സ്വയം പണ്ഡിതൻ എന്ന വിലാസം ഏറ്റെടുക്കുകയും ചെയ്തവരൊക്കെയും പണ്ഡിതന്മാരായി തീരുകയും അവരൊക്കെയും ഓരോന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അവരെഴുതിയ പുസ്തകങ്ങളൊക്കെയും പിന്നീട് കിതാബുകളായി. ഈ ചില ടേമുകളുണ്ട്. നിങ്ങൾ പുസ്തകം വായിച്ചു എന്ന് പറയുന്നതും കിതാബ് ഓതി എന്ന് പറയുന്നതും രണ്ട് എഫക്റ്റ് ആണ് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്നത്. നിങ്ങൾ പുസ്തകം വായിച്ചിട്ടാണ് പറയുന്നത്, അങ്ങനെയാണ്. ഇയാൾ പുസ്തകം വായിച്ചിട്ടാണ് പറയുന്നത്, ഇയാൾ കിതാബ് ഓതിയിട്ടാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒന്നാണെന്ന്. കിതാബ് ഓതുക എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുക എന്നാണ് മലയാളം എന്ന് മനസ്സിലാക്കാതെ അങ്ങനെ ചില അറബി ഇസ്തിലാഹാത്തുകൾ പറഞ്ഞ് മനുഷ്യരെ പിന്നെ ഒരു 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 ഭ്രമത്തിൽ പെടുത്തിക്കൊണ്ട് ചില സംഗതികളൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ കാലത്തും ഓരോരുത്തരും എഴുതിയിട്ടുള്ള കിതാബുകൾ, പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ അക്കാലത്ത് തിരസ്കൃതമായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അത് സ്വീകരിക്കപ്പെടുകയും അത് പിന്നീട് പ്രമാണമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കിതാബുകളും പുസ്തകങ്ങളും നല്ലത്. ഇപ്പൊ ഞാൻ അകമ്പൊരുൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നത് തിരസ്കൃതമാണ്, ഒരുപക്ഷെ നാളെ അത് പ്രമാണമായി കൂടായികയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രമാണമാകേണ്ടതാണോ അകമ്പൊരുൾ? പ്രമാണമാകേണ്ടതാണോ കിതാബ്? ഇത് ഒരു കാലത്ത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് സംവദിക്കുന്നതിന് വേണ്ടി അക്കാലഘട്ടത്തിലുള്ള ഒരാൾ അയാളുടെ ശ്രമം എന്നുള്ള നിലയ്ക്ക് എഴുതുന്നതാണ്. അതെങ്ങനെയാണ് സകല മനുഷ്യർക്കും പ്രമാണമായി തീരുന്നത്? ഇത് ഷാഫി ആണെങ്കിലും ഹനഫി ആണെങ്കിലും പിന്നെ അബു ഹനീഫ ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും ഇമാം മാലിക് ആണെങ്കിലും അബു ഹനീഫ ആണെങ്കിലും ഇനി ഇങ്ങോട്ട് വന്ന മറ്റേത് പണ്ഡിതനാണെങ്കിലും അവരവരുടെ സമൂഹത്തോട് അവരവരുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് അവർ സംവദിച്ച സംഗതികളാണത്. ആ സംഗതികൾ എങ്ങനെയാണ് സകല മനുഷ്യർക്കും പ്രമാണമായി തീരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അവരുടെ അനുഭവ പരിസരത്ത് നിന്നുണ്ട് ഒരു ഒരു അമുസ്ലിമിനെ പോലും കാണാത്ത, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, ഒരു അമുസ്ലിമിനെ പോലും കാണാത്ത, ഒരു മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയെ പോലും കാണുകയോ പരിചയിക്കുകയോ ചെയ്തിട്ടില്ലാത്ത, ഒരു അന്യമത ദേവാലയം കണ്ടിട്ടില്ലാത്ത, ഒരു ഏകമുഖ സമൂഹത്തെ മാത്രം കണ്ടിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ അറേബ്യൻ ദേശത്ത് നിന്ന് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും എഴുതിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകം അവർക്ക് അനുഭവങ്ങളില്ല എന്നുള്ളത് ഒരു മോശപ്പെട്ട സംഗതിയല്ല, പക്ഷെ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായില്ല. അവരെഴുതിയ പുസ്തകം എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പ്രമാണമാവുക? അൽ വലാഉ വൽ ബറാ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അൽ വലാഉ വൽ ബറാ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ആ സിദ്ധാന്തം അവിടെ ഇരുന്നിട്ട് എഴുതുന്നവർക്ക് കുഴപ്പമില്ല. എങ്ങനെയാണ് ഇവിടെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിമിന് ഇത് പ്രമാണമാവുകയും ഇവിടെയുള്ള പിന്നെ പണ്ഡിതന്മാരിൽ നിന്ന് സ്വയം വിചാരിക്കുകയോ ആരോപിക്കപ്പെടുകയോ ചെയ്ത ആളുകൾ ഇത് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഇത് പ്രമാണമാകുന്നത് എങ്ങനെയാണ്? ആ ഇമാം പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത് എങ്ങനെയാണ് നമുക്ക് പ്രമാണമായി തീരുക? അപ്പോൾ പ്രമാണം എന്താണ്? പ്രമാണം എന്ന് പറയുന്നത് വേദമായിരിക്കണം. മതങ്ങളുടെ പ്രമാണം വേദമായിരിക്കണം. ഇതിനപ്പുറത്ത് മറ്റുള്ളതിലേക്ക് പ്രാമാണികത ആരോപിക്കപ്പെടുമ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇനി എന്റെ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിൽ ഇത്രയും ആമുഖം ഞാൻ പറയേണ്ടതുണ്ടായിരുന്നു. ഇത് ഇനി അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സകല വേദങ്ങളും സർവ്വവേദങ്ങളും സത്യം, ഇതാണ് അകമ്പൊരുൾ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ആശയം. അകമ്പൊരുൾ എന്ന് പറയുന്നത് മുസ്തഫ മൗലവിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുസ്തഫ മൗലവിയിലൂടെ അകമ്പൊരുളിന്റെ ചില കാര്യങ്ങൾ വെളിപ്പെടുന്നു എന്നേ ഉള്ളൂ. അകമ്പൊരുൾ എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായി ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യസന്ദേശങ്ങളുടെ ഏറ്റവും പുതിയ നാമമാണ് എന്ന് വിചാരിച്ചാൽ മതി. കാലാകാലങ്ങളായി പടച്ചവൻ മനുഷ്യ സമൂഹത്തോട് സംവദിച്ചിട്ടുള്ള സത്യങ്ങളുടെ അത് വെളിപ്പെടുന്നതിന്റെ പുതിയൊരു രൂപമാണ് ഈ അകമ്പൊരുൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പിന്നെ പരിശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് എന്നെ
നിങ്ങൾ കാണേണ്ടതുള്ളൂ. ഇത് മുസ്തഫ മൗലവിയുടെ സിദ്ധാന്തമോ മുസ്തഫ മൗലവി പുതുതായിട്ട് എന്തെങ്കിലും പറയുന്നതോ അല്ല. ഞാൻ പറയുന്ന ഒരു കാര്യവും യഥാർത്ഥത്തിൽ ഞാൻ പുതുതായിട്ട് പറയുന്നതേ അല്ല. ഇത് ആരൊക്കെയോ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്, ഏതൊക്കെയോ കാലങ്ങളിൽ പറഞ്ഞു വെച്ചതാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ടും APR ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ആരും കേൾക്കാതെ പോയി എന്നേ ഉള്ളൂ. ഇതുപോലൊരു സദസ്സ് കിട്ടണ്ടേ, ഇതുപോലൊരു സദസ്സ് കിട്ടണം, ഇതുപോലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം, സോഷ്യൽ മീഡിയ ഉണ്ടാകണം, അപ്പോഴല്ലേ. അല്ലെങ്കിൽ പള്ളികൾ മെമ്പറുകൾ നിഷേധിച്ചാൽ, ആളുകൾ ക്ഷണിക്കാതിരുന്നാൽ, ബഹിഷ്കൃതൻ എന്ന് പറഞ്ഞ് പുറന്തള്ളിയാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഒരു കാലത്ത് ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ, വേണ്ട 20 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയിരുന്നില്ലേ? വഴുതിനെ വിളിക്കാതിരുന്നാൽ, ഉറുദിക്ക് പള്ളിയിലേക്ക് കയറ്റാതിരുന്നാൽ ഒരാൾക്ക് വല്ലതും പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ ലൈബ്രറിയിൽ മായൻകുട്ടി എളിയ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലക്കാരനായ കെ തറവാട്ടിലൊരു പുതിയാപ്പിള ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു തഫ്സീറുണ്ട് ഇവിടുത്തെ ലൈബ്രറിയിലുണ്ട്, അറബി മലയാളം തഫ്സീർ. 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച് ഖുർആനിൽ ഒരു തഫ്സീർ എഴുതുന്നു. തഫ്സീർ എന്ന് പറഞ്ഞ തർജ്ജമ എഴുതുന്നു. ആ തർജ്ജമ അദ്ദേഹം എഴുതി പൂർത്തിയാക്കി, അത് കയ്യെഴുത്ത് പ്രതിയാക്കി, എന്നിട്ട് അത് പ്രിന്റ് എടുക്കും. പ്രിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതി തന്നെയാണ് പ്രിന്റ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ പ്രിന്റ് എടുത്ത് ഏതാണ്ട് 200ഓളം കോപ്പികൾ കൊണ്ടുവന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്നതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് തയ്യാറായപ്പോൾ ഇവിടെയുള്ള പൗരോഹിത്യം മുന്നോട്ട് വരികയും ഖുർആൻ തർജ്ജമയ്ക്ക് വഴങ്ങുന്നതല്ല, തർജ്ജമ ചെയ്യരുത് എന്ന് പറയുകയും അങ്ങനെ ആ മനുഷ്യനെ നിർബന്ധിച്ച് അദ്ദേഹം ചെയ്ത മുഴുവൻ ശ്രമങ്ങളെയും നിരാകരിച്ച് ആ പുസ്തകങ്ങൾ മുഴുവനും അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അന്ന് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അന്ന് എങ്ങനെയോ അവശേഷിച്ച, ആരുടെയോ കയ്യിൽ അവശേഷിച്ച 2 കോപ്പികളിൽ നിന്ന് ഒരു കോപ്പി എടുത്തിട്ടാണ് ഇവിടെ ലൈബ്രറിയിൽ ഉള്ളത്. മറ്റ് ഒന്ന് വേറെ എവിടെ ഉണ്ടാകാം. കഴിഞ്ഞ 20 വർഷമായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇവിടെ വന്നപ്പോൾ അവിചാരിതമായി കണ്ടതാണ്. ഞാൻ പറയുന്നത് ഇതായിരുന്നു കഥ. അപ്പോ ഇത് പലരും പറഞ്ഞതാണ്, പലപ്പോഴായി പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നത്. പുതുതായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതിൽ പുതിയ എന്റേത് എന്ന് പറയുന്ന മൗലികമായി എന്റേത് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമില്ല. പണ്ട് പറഞ്ഞതൊക്കെയും ഞാൻ ഇപ്പോൾ നിങ്ങളോട് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് വെളിച്ചം കണ്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ വെളിച്ചം കാണാൻ സമ്മതിക്കാത്തതോ അല്ലെങ്കിൽ ഏതൊക്കെയോ അർത്ഥത്തിൽ നിരാകരിക്കപ്പെട്ടതോ നമസ്കരിക്കപ്പെട്ടതോ ആയ സത്യങ്ങളാണ് ഈ പറയുന്നത് എന്നർത്ഥം. പുതിയ ഭാഷയിൽ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഞാൻ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഖുർആൻ എന്താണ് മൗലികമായി സമൂഹത്തോട് പറയുന്നത് എന്ന് എല്ലാവരും, അന്നത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ബുദ്ധിയുള്ളവരാണ്, വിമർശനാത്മകമായി കാര്യങ്ങളെ സമീപിക്കുന്നവരാണ്, വളരെ കൃത്യമായി നിരൂപണം ചെയ്യുന്നവരാണ് എല്ലാ കാലത്തും. നമ്മൾ വിചാരിക്കേണ്ടതില്ല ഈ 21ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ മാത്രമാണ് നിരൂപണ ബുദ്ധിയോട്. അങ്ങനെയല്ല. എല്ലാ കാലത്തും മനുഷ്യർ വിമർശനാത്മകമായി കാര്യങ്ങളെ സമീപിക്കുന്നവരും നിരൂപണ ബുദ്ധിയ വിലയിരുത്തിയവരുമാണ്. അപ്പൊ മുഹമ്മദ് നബി എന്താണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ആ കാര്യങ്ങൾ പ്രവാചകൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ കൈകളിലുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഒരു വേദമാണ് ഞാൻ കൊണ്ടുവരുന്നത്. മുസദ്ദിഖൻ ലിമാ മഅക്കും. ഖുർആൻ പറയുന്നത് തസ്ദീഖൻ മുസദ്ദിഖൻ, നിങ്ങളുടെ കൈകളിലുള്ള നിങ്ങൾ ശ്രദ്ധിക്കണേ, ലിമാ മഅക്കും. ഈ മഅയ്യത്ത് എന്ന അറബി പദത്തിന് നിങ്ങളുടെ കൈകളിൽ ഇപ്പോഴുള്ള സ്റ്റാറ്റസിലുള്ള എന്നാണ്, എന്റെ കൂടെ ഇപ്പോഴുള്ള എന്നാണ് മഅ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ മുസദ്ദിഖൻ ലിമാ മഅക്കും, പണ്ടുണ്ടായിരുന്ന എന്നല്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ പുരോഹിതന്മാർ നമ്മെ തെറ്റിക്കുന്നത്, പുരോഹിതന്മാർ നമ്മെ വഴിതെറ്റിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. പണ്ടുണ്ടായിരുന്ന വേദം ശരിയാണ് എന്നല്ല പറയുന്നത്. ഇന്ന് നിങ്ങളുടെ കൈകളിലുള്ള കിതാബിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വേദം അവതരിക്കുന്നത് എന്ന് മുഹമ്മദ് നബി അവരോട് പറയുന്നു. മുസദ്ദിഖൻ ലിമാ മഅക്കും, മുസദ്ദിഖൻ ലിമാ മഅഹും, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്നിങ്ങനെ നിങ്ങളുടെ കൈകളിൽ ഇപ്പോഴുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നത്. അപ്പോഴുള്ള വേദം ഏതായിരുന്നു? ഇന്നുള്ള ബൈബിൾ. ക്രിസ്ത്യാനികളുടെ കൈകളിൽ ഇന്നുള്ള ബൈബിളാണ് മുഹമ്മദ് നബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഈ ബൈബിൾ ഏത് കാലത്താണ് സഭ അംഗീകരിച്ചത്? AD 370 അന്തോക്കിയയിൽ നടന്ന സുനഹദോസിൽ വെച്ചാണ്. AD 370 എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ജനിക്കുന്നത് AD 570 ആണ്. അപ്പൊ മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ 200 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യോക്യയിൽ നടന്ന സുനഹദോസിൽ വെച്ച് ബൈബിളിന്റെ ആധികാരികത
ഉറപ്പിക്കുന്നു. അങ്ങനെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിങ്ങനെ 4 പേര് എഴുതിയ സുവിശേഷം, മറ്റുള്ള അനേക സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സുവിശേഷങ്ങളൊക്കെ മാറ്റി ഈ 4 സുവിശേഷങ്ങൾ അംഗീകരിച്ച് ഇതാണ് ബൈബിൾ സുവിശേഷം, ഇതാണ് ഇനി മുതൽ വേദപുസ്തകമായിട്ട് അംഗീകരിക്കപ്പെടുക എന്ന് സഭ പാസാക്കുകയും ആ സുന്നഹദോസ് പാസാക്കുകയും അത് സർവാംഗീകൃതമായി തീരുകയും ചെയ്തു. അത് കഴിഞ്ഞ് 200 വർഷം കഴിഞ്ഞാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. ആ പ്രവാചകനാണ് ക്രിസ്ത്യാനികളോട് പറയുന്നത്, നിങ്ങളുടെ കൈകളിലുള്ള വേദത്തെ അംഗീകരിക്കുന്ന വേദമാകുന്നു ഖുർആൻ. ഇതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ പ്രയോഗത്തിൽ എന്ത് മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, ലൈസു സവാഅ മിൻ അഹ്ലിൽ കിതാബ്, ഖുർആൻ പറയുന്നു വേദക്കാരെല്ലാവരും ഒരുപോലെയല്ല, മറിച്ച് പാതിരാക്ക് എഴുന്നേറ്റ് വേദം വായിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ട്. ഏത് വേദം വായിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്? പാതിരാക്ക് എഴുന്നേറ്റ് വേദം വായിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ട്. ഏത് വേദം? ഖുർആനല്ലല്ലോ, ഖുർആൻ അവർക്കറിയില്ല. പാതിരാക്ക് എഴുന്നേറ്റ് അവർ വായിക്കുന്ന വേദം ഏതാണ്? ബൈബിളാണ്, സുവിശേഷമാണ്, തോറയാണ്. എന്നിട്ട് പറയുന്നത് അത് വായിച്ച് കരയുന്നവർ അക്കൂട്ടത്തിലുണ്ട്. അവരെ കുറിച്ച് പ്രശംസാ വചനങ്ങൾ ധാരാളമായി ഖുർആൻ പറയുന്നു. അപ്പൊ എന്താണ് ഖുർആൻ ആ വേദത്തോടെടുത്ത നിലപാട്? അപ്പോൾ പ്രവാചകൻ നമ്മൾ ചെറുതിലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മദ്രസയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഖുർആൻ ഇറങ്ങിയതോടുകൂടി പൂർവ്വവേദങ്ങളെല്ലാം റദ്ദ് മൻസൂഖായി, ദുർബലപ്പെട്ടു എന്ന് പഠിക്കും. ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം, പ്രത്യക്ഷത്തിൽ വേണ്ട പരോക്ഷമായിട്ടെങ്കിലും ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം ഖുർആനിലെ 6236 വചനങ്ങളിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ ഒക്കുമോ? ഇല്ല. ഒരു വേദത്തെയും ഖുർആൻ ദുർബലപ്പെടുത്തിയിട്ടില്ല, റദ്ദ് ചെയ്തിട്ടില്ല. പൂർവ്വവേദങ്ങളെ മുഴുവൻ സത്യപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എല്ലാ വേദങ്ങളും സത്യമാണെന്ന് ആവർത്തിച്ച് പറയുന്നു എന്ന് മാത്രവുമല്ല, ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, ഫൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹി. ഇൻജീലിന്റെ ആളുകൾ, ഇൻജീൽ എന്ന വാക്കിന്റെ അർത്ഥം സുവിശേഷം എന്നാണ് കേട്ടോ, മുബശ്ശിറാത്ത് എന്നാണ് ഇൻജീലിന്റെ വാക്കിന്റെ അർത്ഥം. ഇൻജീലിന്റെ ആളുകൾ, സുവിശേഷത്തിന്റെ ആളുകൾ സുവിശേഷം അനുസരിച്ച് വിധിക്കട്ടെ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? പണ്ടുണ്ടായിരുന്ന എന്നാണോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇൻജീലിന്റെ ആളുകൾ ഇൻജീലിലുള്ളതനുസരിച്ച് വിധിക്കട്ടെ. അവർ ഖുർആൻ അനുസരിച്ചല്ല വിധിക്കേണ്ടത്, ഇൻജീൽ അനുസരിച്ചാ വിധിക്കേണ്ടതെന്നല്ലേ അതിന്റെ അർത്ഥം. മറ്റൊരായത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബോധ്യപ്പെടും. തോറയും കയ്യിൽ പിടിച്ച് നിന്റെ അടുത്തേക്ക് എന്തിനാണ് അവർ വരുന്നത്? വിധിയും തേടി നിന്റെ അരികിലേക്ക് വരുന്നത് എന്തിന്? അവരുടെ കയ്യിൽ തോറയുണ്ടല്ലോ. ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇതിനപ്പുറത്ത് എങ്ങനെ പറയാം? അവരുടെ കയ്യിൽ തോറയും വെച്ച് നിന്നെ വിധികർത്താവാക്കുന്നത് എന്തിന് എന്ന് മുഹമ്മദ് നബിയോട് ഖുർആൻ ചോദിക്കുന്നു. ഇത്രയും വ്യക്തമായി നിങ്ങളുടെ കൈകളിലുള്ള വേദം അനുസരിച്ചാണ് നിങ്ങൾ വിധിക്കേണ്ടത്, അതിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് എങ്ങനെയാണ്? ഇങ്ങനെയല്ലാതെ മറ്റേത് കോലത്തിലാണ് ഖുർആൻ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഉണ്ടായിട്ടും മറ്റു വേദങ്ങളൊക്കെ ദുർബലപ്പെട്ടു, മറ്റു വേദങ്ങളൊക്കെ മോശമാണ്. നമ്മുടെ സ്നേഹ സംവാദം എന്ന പേരിലും മറ്റു പല സംവാദങ്ങൾ എന്ന പേരിലും നാട് നീളേ നടന്ന് വേദം തെറ്റി, അതിൽ കൂട്ടിക്കലർത്തി, അതിലങ്ങനെ അതിലിങ്ങനെ. ഖുർആൻ സത്യപ്പെടുത്തിയ വേദത്തെ കൂട്ടിക്കലർത്തിയെന്നും അത് തെറ്റാണെന്നും സ്ഥാപിക്കാൻ ആരധികാരം നൽകി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ക്രിസ്ത്യാനികൾ അവരവരുടേതായ മതബോധനങ്ങളും കൊണ്ട് വളരെ കൃത്യമായിട്ട് അങ്ങ് ജീവിച്ചു പോകുന്നവരായിരുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്താണ്? ഓരോ ബിഷപ്പും ഓരോ കേന്ദ്രത്തിൽ നിന്നും ക്രിസ്ത്യാനികൾ വർഗീയത പറയുന്നു. ആരെ പറയിപ്പിച്ചത്? നിങ്ങളുടെ വേദം കൊള്ളയാണ്, കളവാണ്, നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ മോശക്കാരാണെന്ന് നാട് നിങ്ങളെ പ്രസംഗിച്ച് നടന്നതിന്റെ എഫക്റ്റ് അല്ലേ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഗീയത? നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂട്ടിപ്പോയി കുത്തിയാൽ, ആവശ്യമില്ലാത്ത പണിയെടുത്താൽ, ഖുർആനിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ, ദഅവത്ത് എന്ന പേരിൽ, മതമാറ്റം എന്ന പേരിൽ, ദീനീ പ്രബോധനം എന്ന പേരിൽ മറ്റുള്ളവരെ ഭർഷിക്കുകയും ചീത്ത പറയുകയും, എന്നിട്ട് ഒരു അച്ഛനെ ഇരുത്തും, ഒരു സ്വാമിയെ ഇരുത്തും, എന്നിട്ട് അവർക്ക് ഒരു ആശംസാ പ്രസംഗം കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് വേദങ്ങള് ഉലഭ്യം പറയുകയാണ്, ചീത്ത പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് ഒരു അവസരം കൊടുക്കില്ല. എന്നിട്ട്
തന്റെ വേദം മാത്രം ശരിയെന്ന് മറ്റു വേദങ്ങളൊക്കെ ദൈവം അവതരിപ്പിച്ച വേദങ്ങൾ തെറ്റെന്ന് പറയാൻ എങ്ങനെയാണ് ഒരു ദൈവവിശ്വാസിക്ക് സാധിക്കുക? ഇതാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ ചെയ്യുന്നത്. താന്താങ്ങളുടെ മേധാവിത്വം, ശുദ്ധിവാദവും മേന്മാവാദവും സ്ഥാപിക്കുന്നതിന് വേണ്ടി ഖുർആനിലെ അധ്യാപനങ്ങളെ പച്ചയായി തള്ളിക്കളയുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെയും തീരുന്നില്ല. ഈ വേദങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കൊന്നും മോക്ഷമില്ല. നിങ്ങൾ മതം മാറി, പേര് മാറി, കോലം മാറി, ജാതി മാറി ഇങ്ങോട്ട് വരണം, അങ്ങനെ കമ്പാർട്ട്മെന്റുകളായി വരണം. ഇത് പ്രവാചകരിൽ നിന്നുള്ളതാണ്, ഖുർആനിലുള്ളതാണ്. ഖുർആൻ പറയുന്നത് ദൈവത്തിലേക്ക് ക്ഷണിക്കുക. ഖുർആൻ എവിടെയെങ്കിലും മതത്തിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉദുഉ ഇലാ സബീലി റബ്ബിക് അല്ലേ? ദൈവത്തിലേക്ക് ക്ഷണിക്കാനല്ലാതെ മതത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. ശരീഅത്ത് എന്ന് പറയുന്നത് വ്യത്യസ്തമാണെന്ന് അല്ലാഹു പറയുന്നു. ലികുല്ലിൻ ജഅൽനാ മൻസകൻ ഹും നാസികു. ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. ഖുർആൻ പറയുന്നു ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങൾ നാം നിശ്ചയിച്ചതാണെന്ന് അല്ലാഹു പറയുന്നു. നാം നിശ്ചയിച്ചതാണ്. അക്കാര്യത്തിൽ തർക്കിക്കരുത്. ഖുർആൻ പറയുന്നു അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്. ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ ആരാധന അനുഷ്ഠാന സമ്പ്രദായങ്ങൾ നാം നിശ്ചയിച്ചതാണെന്നും അത് പ്രവർത്തിക്കുന്നുണ്ടെന്നും അക്കാര്യത്തിൽ നിന്നോട് അവർ തർക്കിക്കാൻ വരരുതെന്നും ഖുർആൻ പറയുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സ്വന്തം മതത്തിൽ തന്നെ തർക്കിച്ചിട്ട് അല്ലേ? സ്വന്തം മതത്തിനകത്ത് തന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു മതങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അതൊന്നും വേറെന്താണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീഅത്ത്, ശിർഅത്തൻ വ മിൻഹാജ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീഅത്തുകൾ നാം നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറയുന്നു ശരീഅത്ത് നിശ്ചയിച്ചിരിക്കുന്നു, നമ്മുടെ ശരീഅത്ത് മാത്രമാണ് ശരി എന്ന് പറയാമോ? ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീഅത്ത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നതാണ്, ജായനാണ്, നാം നിശ്ചയിച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് ദൈവികമാണെന്നാണ് അർത്ഥം. അതനുസരിച്ച് അവർ ജീവിക്കട്ടെ. ഖുർആനിൽ ഒരിടത്ത് ഇങ്ങനെ കാണാം, എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ചില മനുഷ്യരിൽ ചില ആളുകൾ ചിലരെ പ്രതിരോധിച്ച് നിർത്തിയിരുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ നാമം അനുസ്മരിക്കപ്പെടുന്ന മഠങ്ങളും കനീസകളും ചർച്ചുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ഇവിടെ നശിപ്പിക്കപ്പെട്ടു പോയേനെ. നോക്കിയേ, പള്ളികളെ കുറിച്ച് മാത്രമല്ല പറയാൻ, ദൈവനാമങ്ങൾ സ്മരിക്കപ്പെടുന്ന അമ്പലങ്ങൾ. ഖുർആൻ പറയുന്നു ദൈവനാമങ്ങൾ സ്മരിക്കപ്പെടുന്ന അമ്പലങ്ങൾ, ദൈവനാമം സ്മരിക്കപ്പെടുന്ന ചർച്ചുകൾ, ദൈവനാമം സ്മരിക്കപ്പെടുന്ന മഠങ്ങൾ, ദൈവനാമം സ്മരിക്കപ്പെടുന്ന മസാജിദുകൾ. യുസ്കറു ഫീഹ ഇസ്മുല്ലാഹ് എന്നാണ്. അവിടെ ഫീഹ എന്ന് പറയുന്നതിന്റെ ലമീർ മസ്ജിദിലേക്ക് മാത്രം മടങ്ങുന്നു പറഞ്ഞിട്ട് നാം അവിടെ സീൽ വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ചർച്ചുകളെയും മഠങ്ങളെയും കനീസകളെയും അമ്പലങ്ങളെയും ചേർത്ത് പിടിച്ച് അവിടങ്ങളിലെല്ലാം മുഴങ്ങുന്നത് ദൈവനാമങ്ങളാണ് എന്ന് ഖുർആൻ സ്ഥിരീകരിക്കുമ്പോൾ അമ്പലത്തിന് പിന്നെ കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണെന്ന് പുരോഹിതന്മാർ നമ്മളോട് പറയും. നിങ്ങൾ കേട്ടതാണല്ലോ. അപ്പൊ മതം എന്ന് പറയുന്നത് ഒരു അധികാര ഘടനയായി തീരുകയും അത് വേദത്തിൽ നിന്ന് അകലുകയും ജനങ്ങളെ വേദത്തിൽ നിന്ന് അകറ്റുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും അത് ഒരു പ്രത്യേക സെക്ടറായി മാറുകയും ശുദ്ധിവാദത്തിന്റെയും മേന്മാവാദത്തിന്റെയും തജന്യമായി വർഗീയവാദത്തിന്റെയും ഉച്ചസ്ഥായിയിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയും തീർന്നില്ല. നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾ നന്മ ചെയ്താൽ മാത്രമേ നന്മയാവുള്ളൂ. നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾ നന്മ ചെയ്താലേ നന്മയാവുള്ളൂ. മഹാത്മാഗാന്ധി അദ്ദേഹം വെറും ശൂന്യമല്ലേ എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടതാണ്. എന്ത് പറഞ്ഞിട്ടെന്താണ്? മദർ തെരേസ, ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ പേരെടുത്ത് പറയുകയല്ല, പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറയുന്നത്. മദർ തെരേസ നരകത്തിലല്ലേ? എന്ത് പറഞ്ഞിട്ടെന്താ? മദർ തെരേസ പോട്ടെ, അബൂ താലിബ് മുഹമ്മദ് നബിയെ മജ്ജയും മാംസവും കൊടുത്ത് തന്റെ ജീവിതത്തിലെ സകല സുഖങ്ങളെയും മാറ്റിവെച്ച് മുഹമ്മദ് എന്ന തന്റെ സഹോദര പുത്രന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്റെ ജീവിതം തന്നെ മറന്നുപോയി മുഹമ്മദിനെ ഒരു മഹാവൃക്ഷം പോലെ വളർന്ന് മുഹമ്മദിനെ പൊതിഞ്ഞു നിന്ന ഒരു മനുഷ്യന്റെ പേരാണ് അബൂ താലിബ്. ആലോചിക്കണം. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ അബൂ താലിബ് ഇല്ലെങ്കിൽ ഇന്ന് ഇസ്ലാമില്ല, അബൂ താലിബ് ഇല്ലെങ്കിൽ മുഹമ്മദ് ഇല്ല, അബൂ താലിബ് ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. അബൂ താലിബാണ്. അലം യജിദക യതീമൻ ഫആവ. ഖുർആൻ പറഞ്ഞിട്ടില്ല അബൂ താലിബ് അലം യജിദക യതീമൻ ഫആവ, നീ അനാഥനായിരുന്നില്ലേ, നിന്നെ നാം സനാഥനാക്കി. ആരിലൂടെ സനാഥനാക്കി? അബൂ താലിബിലൂടെ സനാഥനാക്കി.
അങ്ങനെ അബൂ താലിബ് എന്ന് പറയുന്ന ഒരു കുളിരിന്റെ പേരാണ്. ആ അബൂ താലിബിനെ നമ്മൾ എങ്ങോട്ട് അയച്ചു? ഒരു തീയിന്റെ ചെരുപ്പം കൊടുത്തിട്ട് നരകത്തിലേക്ക് അയച്ചു. മുമ്പ് നരകത്തില്ല. കാരണം ഈ സമുദായത്തിന്റെ ഭാഗമായില്ല. ആലോചിച്ച് നോക്ക്, മൗലൂദ് കഴിച്ച് ബിരിയാണി തിന്ന നമ്മുടെ സ്വർഗത്തില് മുഹമ്മദ് നബിയെ പൊതിഞ്ഞു നടന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തിയ ഒരു മഹാമനുഷ്യനെ നമ്മൾ നരകത്തിലേക്ക് അയച്ചു. കാരണം അത് അലിന്റെ ബാപ്പയാണ്. അത് അങ്ങനെ ഒരു പൊളിറ്റിക്സ് അതിന്റെ പിന്നിലുണ്ട്. അത് അലിന്റെ ബാപ്പയാണ്. എന്റെ ബാപ്പ അബൂ സുഫിയാൻ സ്വർഗത്തിലും അലിയുടെ ബാപ്പ അബൂ താലിബ് നരകത്തിലും എന്നൊരു പൊളിറ്റിക്സ് പിന്നീട് അമവി സിദ്ധാന്തമായിട്ടുണ്ടായി എന്നുള്ളതാണ്. അലി ആരുടെ മകനാണ്? നരകത്തിൽ പോയവന്റെ മകനാണ്. മുആവിയ ആരുടെ മകനാണ്? സ്വർഗത്തിൽ പോയവന്റെ മകനാണ്. ഇതാണ് അതിന്റെ പൊളിറ്റിക്സ്. അത് വേറെ, അത് കാര്യം നമുക്ക് പിന്നെ പറയാം. ഞാൻ പറയുന്നത് ഈ രീതിയിലാണ് സംഭവിച്ചത്. കർമ്മങ്ങൾ ആര് ചെയ്താലും 27 വർഷം ജയിലിൽ കിടന്ന് തന്റെ യൗവനം മുഴുവനും ജയിലിൽ ഹോമിച്ച് വർണ്ണവിവേചനത്തിന് എതിരെ പോരാടി ജീവിതം ഹോമിച്ച ഒരു മനുഷ്യൻ മണ്ടേല. ആ മനുഷ്യൻ നരകത്തിലാണ്. കാരണം ഇസ്ലാമിക സമുദായത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ കള്ളിയിലായില്ല എന്നുള്ളതാണ്. ആർത്തവം ഉണ്ടാകുന്നത് കൊണ്ട് രണ്ടാമതും കല്യാണം കഴിക്കാം എന്ന് കണ്ടുപിടിച്ച ഫത്വയ്ക്ക് ആധാരമായിട്ടുള്ളയാൾ സ്വർഗത്തിൽ. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് പറയുന്നയാൾ നരകത്തിലാണ്. എന്താണ്? അയാൾ മുസ്ലിം ആയിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ എന്ത് നന്മ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഈ കള്ളിയിലേക്ക് വരണം. എന്നാൽ ഖുർആൻ പറയുന്നത് എന്താണ്? നിങ്ങളിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആരെന്ത് നന്മ ചെയ്താലും അത് നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഖുർആനിന്റെ ഓഫർ. നിങ്ങളിൽ ആര് നന്മ ചെയ്താലും, അണുമണി തൂക്കം നന്മ ചെയ്താലും അത് കാണും, തിന്മ ചെയ്താലും അത് കാണും. ഇവിടെ മതം പറഞ്ഞോ ജാതി പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ. നന്മയും തിന്മയുമായി കാണുന്നവരാണ് അല്ലാഹു. പക്ഷേ നന്മയെയും തിന്മയെയും മതത്തിന്റെ പേരിൽ കാണുന്നവരാണ് പുരോഹിതന്മാർ. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഖുർആൻ കർമ്മങ്ങളെയാണ് ആധാരമാക്കുന്നത്. മോക്ഷത്തിന്റെ ആധാരം വിശ്വാസമല്ല. വിശ്വാസമാണെന്ന് തെളിയിക്കാനും സാധ്യമല്ല. എവിടെയെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ സ്വർഗനരകങ്ങൾ, രക്ഷാശിക്ഷകൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതൊക്കെ എന്താണ്? കർമ്മങ്ങളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം. കർമ്മമാണ് മോക്ഷത്തിന്റെ ആധാരം. ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തതുണ്ട്, അവർക്ക് അവർ ചെയ്തതുണ്ട്. ചെയ്തതാണ്, കർമ്മമാണ് മോക്ഷത്തിന്റെ ആധാരം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. സത്കർമ്മങ്ങൾ ചെയ്യണം എന്നല്ല കേട്ടോ ഇവര് പറയുക. ഈ മതത്തിന്റെ പുരോഹിതന്മാർ പറയുന്നത് എങ്ങനെയാണ്? സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ്. ചില പ്രയോഗങ്ങൾ സൂക്ഷ്മമാണ്. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് പറയുക. അങ്ങനെ പറയുമ്പോഴേക്കും അനുഷ്ഠാനമായി തീർന്നു. അത് സത്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ പൗരോഹിത്യം അതിന് ഭാഷ്യം ചെയ്യുന്നത് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ്. അങ്ങനെ അനുഷ്ഠാനമായി സത്കർമ്മം എന്നാൽ എന്താണ്? നിസ്കാരമാണ്, നോമ്പാണ്, ഖുർആനോത്താണ്, ഇത്തികാഫിരിക്കലാണ്. ഇതാണ് സത്കർമ്മം. അതാണോ സത്കർമ്മം? അല്ല. ഖുർആൻ പറയുന്നു നിസ്കരിക്കുകയും സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ സത്കർമ്മം നിസ്കാരത്തിന്റെ അപ്പുറത്തല്ലേ? നിസ്കരിക്കുകയും സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എന്ന് മാത്രമല്ല, ഒരിടത്ത് ഖുർആൻ പറയുന്നു, സൂറ ബഖറയിൽ 176 ഖുർആൻ പറയുന്നു, കിഴക്കോട്ട് തിരിയുന്നതും പടിഞ്ഞാറോട്ട് തിരിയുന്നതും അല്ല പുണ്യം, അനാഥർക്ക് അന്നം കൊടുക്കുന്നതാണ് പുണ്യം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? സൂറത്തുൽ മാഇദയിൽ പറയുന്നു, അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുൽ യതീം. മതനിഷേധി അനാഥരെ ആട്ടിയകറ്റുന്നവരാണെന്നും അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവരാണെന്നും സൂറ മാഇദയിൽ പറയുന്നു. മതത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ വ്യക്തമായ ഒരു നിർവചനമാണ്. അപ്പോ സത്കർമ്മം എന്ന് പറയുന്നത്, സത്പ്രവൃത്തി എന്ന് പറയുന്നത് മതഭേദമന്യേ മനുഷ്യരാര് പ്രവർത്തിച്ചാലും അത് ദൈവം കാണുമെന്നും അതിന്റെ പുണ്യം അവന് ലഭിക്കുമെന്നും ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു. മതമല്ല, മനുഷ്യന്റെ കർമ്മങ്ങളെയാണ് ദൈവം നോക്കുന്നത്. വിശ്വാസം ഈ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിശ്വാസികളാവുക എന്നുള്ളത് നിങ്ങളുടെ കർമ്മം നന്നാക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് പറയുന്നത്. അല്ലാതെ കർമ്മങ്ങൾ ഒഴിവാക്കി വിശ്വാസിയാവുക എന്നുള്ളതല്ല. കർമ്മമാണ് മോക്ഷത്തിന്റെ, രക്ഷാശിക്ഷകളുടെ, സ്വർഗനരകങ്ങളുടെ, മുക്തിയുടെ ഒക്കെ അടിസ്ഥാനവും ആധാരവുമായിട്ട് ഖുർആൻ പറയുന്നത് എന്നർത്ഥം. അപ്പോൾ എല്ലാ വേദങ്ങളും സത്യമാണ് എന്ന് ഖുർആൻ അടിക്കടി പറയുമ്പോൾ വേദങ്ങൾ ദുർബലപ്പെട്ടു പോയെന്നും കാലഹരണപ്പെട്ടു പോയെന്നും പറയുന്നത് വേദവിരുദ്ധമാണ്, ഖുർആൻ വിരുദ്ധമാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഭാരതത്തിലേക്ക് വരാം. ലോകത്ത് ഇന്ന് നാം കണ്ടിടത്തോളം മനുഷ്യൻ ഭാഷയാണല്ലോ മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ആധികാരിക രേഖയായി നാം സ്വീകരിക്കുക.
മനുഷ്യ ചരിത്രത്തിന്റെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പുരാണമായ ഭാഷകളിൽ ഒന്ന്, ഒരുപക്ഷെ അല്ലെങ്കിൽ ഏറ്റവും പുരാണമായ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള ഭാഷകളൊക്കെ ഉണ്ടായിട്ടുള്ളത്, സംസ്കൃതം ഉൾപ്പെടെ. അറബി ഭാഷ ഏറ്റവും പുതിയ ഭാഷകളിൽ ഒന്നാണ്. അറബി ഭാഷയ്ക്ക് ഏതാണ്ട് 3000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. സെമിറ്റിക് ഭാഷകളിൽ ഏറ്റവും പുതിയ ഭാഷയാണ് അറബി. അറബി ഭാഷയുടെ ലിപി പേർഷ്യൻ ഭാഷയിൽ നിന്നുള്ളതാണ്. പേർഷ്യൻ ഭാഷയുടെ ലിപിയാണ് അറബി ലിപിയായിട്ട് അലിഫ് ബാ താ സ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന അൽ ഹുറൂഫുൽ ഹിജായിയ എന്ന് പറയുന്ന അറബി ലിപി പേർഷ്യൻ ഭാഷയിൽ നിന്ന് കടക്കൊണ്ടതാണ്. അത് അറബിയല്ല, അറബിക്ക് സ്വന്തമായിട്ട് ലിപിയില്ല, പേർഷ്യനാണ്. പേർഷ്യനിൽ തന്നെയാണ് ഉറുദുവിന് ലിപി കണ്ടെത്തിയത്. അപ്പോ ഈ പഴയ ഭാഷയായ തമിഴിൽ രൂപപ്പെട്ടിട്ടുള്ള വേദങ്ങൾ അല്ലെങ്കിൽ ആഗമങ്ങൾ എന്താണ് ഇവിടെ ഭാരതത്തിൽ പറയുന്നത്? ആഗമങ്ങൾ ഇന്ന് നിലവിലുള്ള നമ്മുടെ കൈകളിലുള്ള വേദങ്ങളിൽ ഏറ്റവും പഴയതാണ്. അതിനുശേഷം ചൈനീസ് ഭാഷയിലാണ്. കൺഫ്യൂഷ്യസ് റസൂലുള്ളാഹിക്ക് മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യേശുവിന് മുമ്പ് ആണ് കൺഫ്യൂഷ്യസിന്റെ പ്രവർത്തനം. കൺഫ്യൂഷ്യസിന്റെ വചനങ്ങൾ വേദമാണ്. താവോയുടെ വചനങ്ങളുണ്ട്, അത് വേദമാണ്. ബുദ്ധാഗമങ്ങൾ, ബുദ്ധന്റെ വചനങ്ങൾ വേദമാണ്. ആഗമങ്ങൾ വേദമാണ്. ഭാരതത്തിലെ 4 വേദങ്ങൾ നമ്മൾ ഒറ്റ വേദമാണ് കേട്ടോ. അത് ബാദരായണൻ 4 ആക്കിയതാണ്. ഋഗ്, യജുർ, സാമം, അഥർവം എന്നിങ്ങനെ 4 ഖണ്ഡങ്ങളാക്കി മാറ്റിയതാണ്. യഥാർത്ഥത്തിൽ ഒറ്റ വേദമാണ്. ഒരു ഭാഷയിൽ ഒരു വേദമേ ഉള്ളൂ. അത് വ്യാസൻ 4 ഭാഗിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി 4 ഭാഗിച്ച് എഴുതിയേ ഉള്ളൂ. അത് ഒരു വേദത്തിന്റെ 4 ഭാഗങ്ങളാണ്. അത് പഴയതാണ്. അതിനുശേഷമാണ് തോറ, അതിനുശേഷമാണ് സബൂർ, അതിനുശേഷമാണ് ഇഞ്ചീൽ, അതിനുശേഷമാണ് ഖുർആൻ. ഇതൊക്കെയും ഒന്നൊന്നിന്റെ തുടർച്ചയാണ്. തുടർച്ചയെന്ന് മാത്രമല്ല, ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പുരോഹിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ന്യൂ വേർഷനാണ്, പുതിയ എഡിഷനാണ്. മനുഷ്യൻ പുരോഗമിക്കുകയല്ലേ. അപ്പോ ആദ്യം പറഞ്ഞതിൽ നിന്ന് മനുഷ്യൻ കുറച്ച് കൂടിയത് മുന്നോട്ട് വന്നപ്പോ പുതിയ എഡിഷൻ വേണ്ടി വന്നു. അപ്പൊ പുതിയ വേർഷൻ വന്നു. അപ്പൊ പുതിയ വേർഷനല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്, അതല്ലേ നമ്മൾ എടുക്കേണ്ടത്. പഴയത് കൊണ്ട് നടക്കണം. ഈ പഴയത് പുതിയത് എന്ന സങ്കല്പം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വേദങ്ങളിൽ പഴയതും പുതിയതുമില്ല. കാരണം വേദങ്ങൾ മൂല്യമാണ്. മൂല്യത്തിന് പഴക്കം പുതുക്കം എന്നൊന്നില്ല. സത്യമേ പറയാവൂ. ഇത് 5000 കൊല്ലം മുമ്പ് പറയുമ്പോഴും ഇപ്പൊ പറയുമ്പോഴും രണ്ടും പുതിയതാണ്, രണ്ടും പഴയതാണ്. മൂല്യങ്ങളാണത്. മൂല്യങ്ങളിൽ വ്യത്യാസമില്ല. നിങ്ങൾ കള്ളം പറയരുത്. നിങ്ങൾ വിനയാന്വിതരായി നടക്കണം. മാതാപിതാക്കളെ ആദരിക്കണം. നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരെ കരുതണം. ഇതിലെവിടെയാ പഴക്കം, അതിലെവിടെയാ പുതുക്കം? അപ്പൊ പഴക്കം പുതുക്കം എന്നൊന്നില്ല. പിന്നെ എന്തിന് വ്യത്യസ്ത വേദങ്ങൾ ഉണ്ടായി? ഈ ചോദ്യങ്ങൾ ഉണ്ടാകാം. പിന്നെ എന്തിനാ വ്യത്യസ്ത വേദങ്ങൾ ഉണ്ടായത്? വ്യത്യസ്ത വേദങ്ങൾ ഉണ്ടായത് വ്യത്യസ്ത ഭാഷകൾ ഉണ്ടായതുകൊണ്ട്. മനുഷ്യൻ പ്രവാചകന്മാർ വരുമ്പോൾ ആ പ്രവാചകന്മാർ സംസാരിക്കുന്ന ഭാഷയിൽ വേദങ്ങൾ ഉണ്ടായി. ഒരു ഭാഷയിൽ ഒരു വേദമേ ഉള്ളൂ. ഒന്നിലധികം വേദങ്ങളുണ്ട്. ഏതെങ്കിലും ഭാഷ കാണിച്ചു തരാമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പിൻവലിക്കാം. അറബിയിൽ ഖുർആൻ മാത്രം, അരമായിയിൽ ബൈബിൾ മാത്രം, സുറിയാനിയിൽ തോറ മാത്രം, സംസ്കൃതത്തിൽ ഭാരതീയ വേദം മാത്രം, തമിഴിൽ പിന്നെ നമ്മുടെ തിരുവള്ളുവരുടെ തിരുക്കുറൾ മാത്രം. അങ്ങനെയാണ്. ചൈനീസിൽ കൺഫ്യൂഷ്യസിന്റെ വചനങ്ങൾ മാത്രം, പാലിയിൽ ബുദ്ധന്റെ ആഗമങ്ങൾ മാത്രം. ഇത്രേ ഉള്ളൂ. ഒരു ഭാഷയിൽ ഒരു വേദം. ആ ഭാഷയിൽ പറഞ്ഞത് ഈ ഭാഷയിൽ പറയുന്നു. സംസ്കൃതത്തിൽ ഇറങ്ങിയ വേദങ്ങളിൽ പറയുന്നത് ആൽമരമാണെങ്കിൽ ഖുർആൻ അറബിയിൽ പറയുമ്പോൾ അത് ഈന്തപ്പനമരമായി തീരും. അത് അരമായിക്കിലാകുമ്പോൾ ഒലിവുമരമായി തീരും. ഇത്രേ വ്യത്യാസമുള്ളൂ. ഇവിടെ പശുവിനെ പറയും, അവിടെ ഒട്ടകത്തെ പറയും, അപ്പുറത്ത് കഴുതയെ പറയും. ഈ വ്യത്യാസമുള്ളൂ. ഒരേ കാര്യം വ്യത്യസ്തങ്ങളായ ബിംബകൽപ്പനകളിലൂടെ, വ്യത്യസ്തമായ പ്രതീകങ്ങളിലൂടെ പറയും. വേറൊരു വ്യത്യാസമില്ല. പറയുന്നതെല്ലാം ഒന്ന്. ഇവിടെ പറഞ്ഞില്ലേ, കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും ഒക്കെ കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവം ഒന്ന്. ഈ ദൈവം ഒന്ന് എന്ന് പറഞ്ഞതുപോലെ പറയുന്നതും ഒന്നാണ്. ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും എന്ന് ഖുർആൻ പറഞ്ഞത്.
നമുക്കിടയിൽ ചില പിന്നെ ഏകോപനത്തിന്റെ ചില പോയിന്റുകൾ ഉണ്ടെന്നും ആ ഏകോപനത്തിന്റെ പോയിന്റുകളിൽ വരൂ നമുക്ക് ഒരുമിച്ച് പോകാമെന്നും വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികൾ വ്യത്യസ്തങ്ങളായിരിക്കട്ടെ എന്നും ഖുർആൻ പറയുന്നു. ഖുർആന്റെ കോൺസെപ്റ്റ് എത്ര സുന്ദരമാണ്. ഖുർആന്റെ കോൺസെപ്റ്റ് ചർച്ചിലുള്ളവരെ, സിനഗോഗിലുള്ളവരെ, അമ്പലങ്ങളിലുള്ളവരെ, പള്ളികളിലുള്ളവരെ വരൂ. നമുക്ക് ചേരാവുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, ആ ചേരാവുന്നിടത്ത് നമുക്ക് ചേരാം. എന്നിട്ട് വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിനഗോഗുകളിലേക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളികളിലേക്ക്, അമ്പലങ്ങളിലേക്ക് പോകാം, ആചാരങ്ങൾ കഴിയാം, വീണ്ടും ഒന്നിച്ചു വരാം. അങ്ങനെ ഒന്നിച്ചൊന്നിച്ചു പോകുന്ന ഒരുമയോടെ പോകാൻ നമുക്ക് എത്രയെത്ര മേഖലകളുണ്ടെന്ന് ആ ഒരുമിച്ച് പോകാവുന്ന മേഖലകളിലെ കൂടുതലെന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. പക്ഷേ നാം ഭിന്നിപ്പിന്റെ മാർഗങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നാം ഭിന്നിക്കാൻ ഒരു പൗരോഹിത്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, മതം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു മതത്തിനെതിരെയും ഖുർആൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ 2 സ്ഥലത്ത് ഖുർആൻ വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരേ കാര്യം ഒരേ സ്വരത്തിൽ 2 ഇടത്ത് ആവർത്തിച്ചാൽ പിന്നെ അവിടെ ചർച്ചയില്ലാതാണ്. ഖുർആനിന്റെ രീതിശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം, ഒരേ തത്വം ഒരേ രീതിയിൽ 2 ഇടത്ത് ആവർത്തിച്ചാൽ പിന്നെ അതിൽ ചർച്ചയില്ല, അത് അച്ചട്ടാണ് എന്നാണ്. എങ്കിൽ 2 ഇടത്ത് ഒരേ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ആമനു, മുസ്ലിങ്ങൾ, വിശ്വാസികൾ, വല്ലദീന ഹാദു, യഹൂദർ, വന്നസ്വാറ, ക്രിസ്ത്യാനികൾ, വസ്സാബിഈന, സാബികൾ. ആരാ സാബികൾ? അകമ്പുരളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സാബികളെ കുറിച്ച് 20-ലധികം അഭിപ്രായങ്ങൾ ഇമാം റാസി രേഖപ്പെടുത്തുന്നു. സാബികളെ കുറിച്ച് ഇമാം റാസി പറയുന്നു, അവർ പ്രകൃതി ആരാധകരാണ്. പുഴയെ ആരാധിക്കുന്നവർ, കല്ലിനെ ആരാധിക്കുന്നവർ, മണ്ണിനെ ആരാധിക്കുന്നവർ, മരത്തെ ആരാധിക്കുന്നവർ പ്രകൃതി ആരാധകരാണ്. ആ റാസി തന്നെ മറ്റൊരു അഭിപ്രായം പറയുന്നു, അല്ല, അവർ വിഗ്രഹാരാധകരാണ്. അദ്ദേഹം തന്നെ പറയുന്നു, അവർ അഗ്നി ആരാധകരാണ്. മറ്റൊന്ന് പറയുന്നു, ആരാധനകളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാത്ത കേവലം ദൈവവിശ്വാസം മാത്രമുള്ള ആളുകളാണ്. റാസി പറയുന്ന അഭിപ്രായങ്ങളാണ്. മറ്റ് 5-ാമത് അദ്ദേഹം പറയുന്നു, അവർ ഈശ്വരനെ തന്നെ നിഷേധിക്കുന്നവരാണ്. പ്രകൃതിയുടെ ശക്തിയിൽ മാത്രം വിശ്വസിക്കുന്നവർ, നിശ്ചിതമായ ഒരു ഈശ്വര സങ്കല്പമില്ലാത്തവർ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ സാബി എന്ന പദത്തിനുണ്ട്. ആ പദത്തെയാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിംകളും യഹൂദരും ക്രൈസ്തവരും, ഇത് അറബികൾക്ക് പൊതുവെ അറിയാവുന്നവർ, പിന്നെ അതിൽ പെടാത്ത മറ്റ് ലോകത്തുള്ള സകല മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു വാക്കാണ് സാബി എന്ന് പറയുന്നത്. ആ സാബികൾ ആരോ ആകട്ടെ, ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവരാരോ ആകട്ടെ, അവരിൽ ദൈവവിശ്വാസവും പരലോകബോധവും സത്കർമ്മങ്ങളും ഉള്ളവരാണെങ്കിൽ അവർക്ക് മോക്ഷമുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഴുവനും പൗരോഹിത്യം എഴുതി ചേർത്തത് കാണാം. മുസ്ലിങ്ങളായ യഹൂദർക്ക്, ഇസ്ലാം മതം സ്വീകരിച്ച ക്രിസ്ത്യാനികൾക്ക്, ഇസ്ലാം മതം സ്വീകരിച്ച നസാറാക്കളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ യഹൂദരോ സാബികളോ ആരായാലും മതമേതായാലും പിന്നെ സത്കർമ്മങ്ങൾ ഉണ്ടായാൽ മതി. നാരായണഗുരു പറയുന്നതിന് മുമ്പ് മുഹമ്മദ് നബി ഖുർആനിലൂടെ പറഞ്ഞ സംഗതിയാണ്. മുഹമ്മദ് നബിയിലൂടെ ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. നിങ്ങൾ ക്രിസ്ത്യാനി ആകട്ടെ, നിങ്ങൾ യഹൂദരാകട്ടെ, നിങ്ങൾ ഹിന്ദു ആകട്ടെ, നിങ്ങൾ ആരോ ആകട്ടെ, നിങ്ങൾ മുസ്ലിം ആകട്ടെ, നിങ്ങൾക്ക് ഇപ്പറഞ്ഞ മൂല്യങ്ങളോട് കൂടി സത്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ, സത്കർമ്മങ്ങളാൽ സമ്പന്നമാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾക്ക് സാൽവേഷൻ ഉണ്ട്, മോക്ഷമുണ്ട്, മുക്തിയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറയുന്നു. ഇതേ സംഗതി സൂറ മാഇദയിൽ 69-ാം വചനത്തിൽ പറയുന്നു. 69-ാം വചനത്തിൽ ഒരേ കാര്യം 2 ഇടത്ത് ഒരേ രൂപത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ എന്ത് സന്ദേശമാണ് ഖുർആന് നൽകാൻ കഴിയുക? പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ച് എന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നറിയോ? ഇത് നാം പണ്ഡിതന്മാർ പറഞ്ഞതിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് റഷീദ് റിള, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ റഷീദ് റിള എന്ന പണ്ഡിതൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. യഹൂദര് പറയും ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ല മതം, കാരണം ഞങ്ങളാണ് ആദ്യമുള്ള മതം. ക്രിസ്ത്യാനികൾ പറയുമല്ല, ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ല മതം, ഞങ്ങളാണ് പിന്നെ കുരിശുമരണത്തിലൂടെ ലോകത്തെ രക്ഷിച്ച ആളുടെ മതം ഞങ്ങളുടേതാണ്. മുസ്ലിങ്ങൾ പറയും ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ല മതം, കാരണം ഇത് അവസാനത്തെ മതമാണ്.
എന്നിങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ വിധത്തിൽ പറയുമെന്നും എന്നാൽ ഈ പറച്ചിലുകളൊക്കെ തെറ്റാണെന്നും ഈ ആയത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ടെന്ന് റഷീദുകൾ പറയുന്നുണ്ട്. ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്. ഖുർആൻ അങ്ങനെ പറയുന്നു. നിങ്ങളുടെ വ്യാമോഹമോ വേദക്കാരുടെ വ്യാമോഹമോ അല്ല ദൈവത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇതൊക്കെ വ്യാമോഹങ്ങളാണ്. ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കിടക്കുള്ളൂ. മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് സ്വർഗം എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സ്വർഗമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആനന്ദത്തിന്റെ ലോകം. സ്വർഗത്തെ കുറിച്ച് പറയാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു വേദിയിൽ നിന്നത് സ്വർഗം എന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജയാണ്. കാരണം സ്വർഗത്തെ കുറിച്ച് എമ്മാതിരി 7 സ്റ്റാർ ഹോട്ടലിൽ പോലും തോറ്റുപോകുന്ന വിധത്തിൽ എമ്മാതിരി കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ കേട്ടിരിക്കാൻ കൊള്ളൂ, കുടുംബത്തോടൊപ്പം കേട്ടിരിക്കാൻ കൊള്ളൂ. ഇമ്മാതിരി വൃത്തികേടുകൾ ഇങ്ങനെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവിടെ കിട്ടുന്ന വോഡ്കയെ കുറിച്ച് ജോണി വാക്കറിനെ കുറിച്ചൊക്കെയാണ് അതിന്റെ അവിടെ കിട്ടുന്ന ഈ രീതിയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്യാനന്ദത്തിന്റെ ലോകം. നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ഗുരു പറഞ്ഞതുപോലെ ജ്ഞാനത്തിന്റെയും ആനന്ദത്തിന്റെയും ലോകമാണ്. അവിടെ പിന്നെ വേറൊന്നുമില്ല. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം സുഖം എന്ന് ഗുരു പറഞ്ഞതുപോലെ അങ്ങ് ആഴ്ന്നിരിക്കാൻ വാഴ്ന്നിരിക്കാൻ സർവം മറന്നു പോകാൻ ആനന്ദത്തിന്റെ വാക്കുകളുടെ സുൽത്താനായ മുഹമ്മദ് നബി പോലും തോറ്റുപോയതാണ് സ്വർഗത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്. അദ്ദേഹം അവസാനം പറഞ്ഞു, ഒരു കണ്ണിനും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനോഭാവനയിലും വിരിഞ്ഞിട്ടില്ലാത്ത ആനന്ദത്തിന്റെ ലോകം ഞാനെന്ത് പറയാൻ. ഇങ്ങനെയാണ് മുഹമ്മദ് നബി പരാജയപ്പെട്ടു സ്വർഗത്തെ. എന്നിട്ടാണ് ഉസ്താദന്മാരെ വിശദീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആനന്ദത്തിന്റെ ലോകമാണ്. ഉപാധികളില്ലാത്ത പദാർത്ഥ ലോകത്തിൽ നിന്നിട്ട് ആനന്ദത്തെ കുറിച്ച് ആലോചിച്ച മനുഷ്യന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? പദാർത്ഥ നിരപേക്ഷമായ മറ്റൊരു ലോകം. അതൊരു മനോഭാവം, അത് വേറൊരു തലം. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പദാർത്ഥത്തിന്റെ അവിടെ കിട്ടുന്ന റൂമിന്റെ അളവ് 1 കിലോമീറ്റർ എന്താണ് 40 കൊല്ലം നടത്താനും തീരാത്ത ഇങ്ങനെയുള്ള റോഡ് എന്ത് ചെയ്യാനാണ്? ഈ രീതിയിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ കളിയാക്കിയല്ല, പക്ഷെ മനുഷ്യന്റെ ഭാവനകളുടെ ചുരുക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയല്ല. ആനന്ദം എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത് അത് സകല മനുഷ്യർക്കും വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഞാൻ ഈ അടുത്തൊരു പാട്ടിൽ കേട്ടു, സുഫിയുടെ കാര്യമാണ്, ഞാൻ അവസാനിപ്പിക്കേണ്ടത്. അത് കേട്ടപ്പോ അതിന്റെ സാരാംശം ഓർത്ത് എന്റെ കണ്ണ് നിറഞ്ഞു. അതിങ്ങനെയാണ്: നരകം പടക്കുന്ന നാളിൽ ദൈവത്തിന്റെ കണ്ണ് നിറഞ്ഞിരിക്കാം. നരകം പടക്കുന്ന നാളിൽ ദൈവത്തിന്റെ കണ്ണ് നിറഞ്ഞിരിക്കാം. ഒരുപക്ഷെ ഒരു തുള്ളി കണ്ണീർ അടർന്ന് വീണിരിക്കാം. ഇങ്ങനെ യഥാർത്ഥത്തിൽ കഴിക്കാനും പൊരിക്കാനും ഇരിക്കുന്നവരാണോ ദൈവം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം തിരിയൂല മതത്തിന്. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നത്. കാരുണ്യത്തിന്റെ പേര് പറഞ്ഞ് കത്തിവെക്കുന്ന ഒരു ശീലത്തിൽ എങ്ങനെയാണ് കാരുണ്യം അർത്ഥവത്തായി തീരുക? റഹ്മാനായ അല്ലാഹു ദൈവം തമ്പുരാൻ പറഞ്ഞ ഒരു സംഗതിയുണ്ട്: എനിക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയുണ്ടെങ്കിൽ, കതബ അലാ നഫ്സിഹിർ റഹ്മ, എനിക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയുണ്ടെങ്കിൽ അത് കാരുണ്യം മാത്രമാണ്. അങ്ങനെ കാരുണ്യം സ്വയം ബാധ്യതയായി ഏറ്റെടുത്ത, ബാധ്യത എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണ് കേട്ടോ, ബാധ്യത വീക്ക്നെസ് ആണ്. അങ്ങനെ ഒരു വീക്ക്നെസ് സ്വയം ഏറ്റെടുത്തവന്റെ പേരാണ് ദൈവം അല്ലാഹു. കാരുണ്യം സ്വയം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കാരുണ്യത്തിന്റെ മൂർത്തിഭാവമായി തീർന്ന, അല്ലെ അങ്ങനെയല്ലേ? ഒരു വീട എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്ന് ഗുരു പറഞ്ഞതുപോലെ, അല്ലെ? അരുളുള്ളവനാണ് ജീവി എന്നൊരു കിട്ടിയിടുകയും നവാക്ഷരി. അരുളുള്ളവനാണ്. അരുളും അൻപും അനുകമ്പയും ഇല്ലെങ്കിൽ സ്ഥിരനാളുന്ന ഒരു ഉടമ്പ് താൻ മാത്രമായിട്ട് തീരുമെന്ന് ഗുരു പറയുന്നുണ്ട്. അങ്ങനെയല്ലേ? നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ഭൂമിയിലുള്ള മൃഗങ്ങളോട് കരുണ കാണിക്കുക, മനുഷ്യരോട് കരുണ കാണിക്കുക, സകല ജീവജാലങ്ങളോട് കരുണ കാണിക്കുക. അപ്പോൾ ഉപരിലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. പറഞ്ഞു വന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ദൈവം എന്ന് പറയുന്നത് മനുഷ്യരുടെ എന്ന ഒരു സങ്കല്പത്തിൽ, വേദം എന്ന് പറയുന്നത് മനുഷ്യരുടെ എന്ന സങ്കല്പത്തിൽ, ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യരുടെ എന്ന സങ്കല്പത്തിൽ ആണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന അവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ. മനുഷ്യർക്ക് വേണ്ടി ആദ്യം നിർമ്മിതമായ ഭവനം, മനുഷ്യർക്ക് വേണ്ടി ആദ്യം നിർമ്മിതമായ ദേവാലയം മക്കയിലാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ ഇവിടെ മനുഷ്യർ
നാസ് എന്ന വാക്കിന് തഫ്സീറുകളിലൊക്കെ ഐ ലിൽ മുഅ്മിനീൻ എന്ന് എഴുതി വെച്ചു. നാസ് എന്ന് പറയുന്നത് പ്യൂർ ആയിട്ട് യാതൊരു ഉപാധികളും ഇല്ലാതെ ഹ്യൂമൻ ബീയിങ് എന്ന അർത്ഥത്തിലാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യൻ അതിൽ ജാതിയില്ല, മതമില്ല, ലിംഗമില്ല, ദേശമില്ല, ഭാഷയില്ല, ഒന്നുമില്ല. മനുഷ്യനായി പിറന്നവർക്കുള്ള ഗേഹം. അതുകൊണ്ടല്ലേ മുഹമ്മദ് നബി മദീനയിൽ പള്ളി സ്ഥാപിച്ചപ്പോ ബുഖാരിയിലുള്ള ഒരു അധ്യായത്തിന്റെ പേര് വഴിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എന്താണ്, വഴിയോരം യാത്ര ചെയ്യുന്നവർക്ക് പള്ളിയിൽ താമസിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിന്റെ പേരാണ്. ആ അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയോ? മദീനയിൽ വെച്ച് ഒരു സ്ത്രീ മദീനയിലെ ചന്തയിൽ ഒരു സ്ത്രീക്ക് മോഹാലസ്യം ഉണ്ടായി. ആ സ്ത്രീയെ കൊണ്ടുവന്ന് പള്ളിയിൽ കിടത്താൻ പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീക്ക് പള്ളിയിലെ ഒരു ആകെ ചെറിയ പള്ളിയാണ്, 19 പേർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ്. അവിടെ ഒരു ചെരുവിൽ ഈ സ്ത്രീയെ കിടത്തിയിട്ട് അവിടെ ചെറിയൊരു മറയുണ്ടാക്കിയിട്ട് ആ സ്ത്രീ അവിടെ കടന്നു. ആ സ്ത്രീ മുസ്ലിം അല്ല, ആ സ്ത്രീ പിന്നെ ആ നാട്ടുകാരിയല്ല, ആരാണെന്ന് അറിയില്ല. 3 ദിവസം ആ സ്ത്രീ അവിടെ പരിചരിച്ചു പള്ളിയിൽ. വീടൊക്കെ വേറെ എടുക്കും കേട്ടോ, ഇതിനേക്കാൾ സൗകര്യമുള്ള വീട് അവിടെ എടുത്തു. പക്ഷെ പള്ളിയിൽ പരിചരിച്ചു. എന്നിട്ട് ലോകമൊക്കെ മാറിയതിനു ശേഷം അവരെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചു. ഈ അധ്യായം പറയുന്ന ബുഖാരിയിലെ അധ്യായത്തിന്റെ പേര് പള്ളിയിൽ സ്ത്രീകൾക്ക് അടക്കം താമസിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഇതാണ് പ്രവാചകന്റെ പള്ളി. നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവ സംഘം ഇപ്പൊ ഈ സംഭവത്തെ നിഷേധിക്കുന്നുണ്ട്. നമ്മുടെ ചില ആളുകളൊക്കെ പ്രഭാഷകരൊക്കെ നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവ സംഘം 3 ദിവസമാണ് അവർ മദീനയിൽ താമസിച്ചത്. അവർക്ക് ആരാധനയുടെ സമയമായപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അവിടുന്ന് ആരാധിക്കാലോ, ഇതന്നെയല്ലേ ആരാധനാലയം. അങ്ങനെ അവർ അവരുടെ ബാഗിൽ നിന്ന് പുരുഷ രൂപമൊക്കെ എടുത്ത് മുമ്പിൽ വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പുറത്ത് പോയിട്ട് പ്രവാചകൻ പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചു. ഇതാണ് പ്രവാചകന്റെ പള്ളി എന്ന് പറയുന്നത്. ഇത് മതസൗഹാർദ്ദമല്ല, അതാണ് മതം. ഇത് മതസൗഹാർദ്ദമോ സൗഹാർദ്ദ നാട്യമോ ഒന്നുമല്ല. ഇതാണ് പ്രവാചകന്റെ മതം, ഇതാണ് പ്രവാചകന്റെ അധ്യാപനം, ഇതാണ് ഖുർആൻ. ഈ ദേവാലയ സങ്കല്പം നമുക്കിന്ന് പറ്റുമോ? ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുക? ഇങ്ങനെ ഈ രീതിയിൽ മതത്തെ മാനവികതയിൽ നിന്ന് അടർത്തി മാറ്റി, മതത്തെ സാമുദായികമാക്കി മാറ്റി, മതത്തെ വർഗീയമായി വ്യാഖ്യാനിച്ച്, വേദത്തെ മനുഷ്യരിൽ നിന്ന് അടർത്തി മാറ്റി, ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അടർത്തി മാറ്റി ദൂരെയാക്കി വെച്ച് മതങ്ങൾ മനുഷ്യരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മതങ്ങൾക്ക് ശത്രു സങ്കല്പം ഉണ്ടാക്കേണ്ടി വരുന്നത്. നിങ്ങൾ നോക്കൂ, ഏത് പള്ളിയിൽ പോയാലും നിങ്ങൾ ആദ്യം പ്രസംഗത്തിൽ കേൾക്കുന്ന ഒരു വാക്കുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇസ്ലാം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് പറയാൻ തുടങ്ങിയിട്ട് 1000 കൊല്ലമായിരുന്നു. ഇത് ഹിന്ദുക്കൾ പറയും, നമ്മുടെ ഹിന്ദു മതം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നാടുകളിലാണ് നാം ജീവിക്കുന്നത്. ഇത് ക്രിസ്ത്യാനികളും പറയും. ഇങ്ങനെ പറയാതെ പൗരോഹിത്യത്തിന് നിലനിൽപ്പില്ല. ഇങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നിഴൽ യുദ്ധം നടത്തിയും ശത്രുസങ്കല്പത്തിലൂടെയുമാണ് ഇതിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലം മാറി, സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങി, മാനവികതയിലേക്ക് അടുത്തു തുടങ്ങി, മതത്തിന്റെ അന്തസ്സത്ത മനുഷ്യൻ തേടി തുടങ്ങി. ഇത് തീർച്ചയായും മാറും, മാറാതെ തരമില്ല. മതങ്ങൾക്ക് മാറിയേ പറ്റൂ. ഇനി നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം.